നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ ഗുണഭോക്താക്കൾക്കുള്ള റിസ്ക് ഫണ്ട് ധനസഹായ വിതരണ ഉദ്ഘാടനം തൊടുപുഴയിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയുടെ അടിത്തറ ശക്തമാണെന്നും വ്യാജ പ്രചരണങ്ങൾക്ക് കേരളത്തിലെ സഹകാരികളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ലെന്നും മന്ത്രി. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട നീരിമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടത്തിയ സംസ്കാര ചടങ്ങിൽ നാട്ടുകാരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട നീരിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം നിലയുറപ്പിച്ചിരുന്നത് വൻ പോലീസ് സന്നാഹം. കട്ടപ്പനയിൽ മലമുകളിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കൂറ്റൻ പാറ അടർന്നു വീണു. സംഭവം പാറമട കുന്തളം പാറയിൽ. ഇതോടെ 3 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരുടെയും മരുന്നുകളുടെയും കുറവിൽ പ്രതിഷേധിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും നൽകുന്നതല്ലാതെ നടപ്പിലാക്കാൻ പീരുമേട് MLAക്ക് സാധിക്കുന്നില്ലെന്ന BJP ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് കുമാർ. അതിന്റെ ഉദാഹരണമാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി നേരിടുന്നതെന്നും വിമർശനം. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ സഹകരണ മേഖലയുടെ അടിത്തറ ശക്തമാണെന്നും വ്യാജ പ്രചരണങ്ങൾക്ക് കേരളത്തിലെ സഹകാരികളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ലെന്നും സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ ഗുണഭോക്താക്കൾക്കുള്ള റിസ്ക് ഫണ്ട് ധനസഹായ വിതരണ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനുള്ള മികച്ച തെളിവാണ് കഴിഞ്ഞ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ വൻ വിജയമെന്നും മന്ത്രി പറഞ്ഞു. ഉൽപാദന രംഗത്തടക്കം ജനസേവനം ആവശ്യമായി വരുന്ന എല്ലാ മേഖലകളിലും ഇന്ന് സഹകരണ സ്ഥാപനങ്ങൾ ചുവടുറപ്പിച്ചിരിക്കുകയാണ്. സഹകരണ ബാങ്കിൽ നിക്ഷേപമോ വായ്പയോ എടുക്കാതെ അംഗത്വമെടുത്താൽ പോലും ഗുരുതര രോഗം ബാധിക്കുകയാണെങ്കിൽ 50,000 രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും. വായ്പ എടുക്കുന്നയാൾക്ക് ഇത്തരം ഘട്ടങ്ങളിൽ 1.25 ലക്ഷം രൂപ വരെ നൽകാൻ വ്യവസ്ഥയുണ്ട്. മരണപ്പെടുകയാണെങ്കിൽ ആശ്രിതർക്ക് 3 ലക്ഷം വരെ റിസ്ക് ഫണ്ട് പരിരക്ഷ ലഭിക്കും. മറ്റൊരു ബാങ്കിംഗ് മേഖലയിലും ലഭിക്കാത്ത സേവനങ്ങളാണ് കേരളത്തിലെ സഹകരണ മേഖല ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ സഹകരണ മേഖലയിൽ 1,12,000-ൽ പരം തൊഴിലവസരങ്ങൾ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ സംരംഭങ്ങൾ വഴിയും ജീവനക്കാരുടെ നിയമനങ്ങൾ വഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ മേഖലകളിൽ കൺസ്യൂമർ ഫെഡ് മാർക്കറ്റിൽ ഇടപെടാൻ വിദ്യാഭ്യാസ രംഗത്ത് കേപ്പ് പോലുള്ള 9ഓളം എഞ്ചിനീയറിംഗ് കോളേജും 5 പോളിടെക്നിക്കും MBA കോളേജും BBA കോളേജും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ ആതുര സേവന രംഗത്ത് 208ഓളം ആശുപത്രികൾ, ഇതെല്ലാം സഹകരണ മേഖലയ്ക്ക് സ്വന്തമാണ്. ഈ രംഗത്തെല്ലാം ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്നു. നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കക്കെടുതി ഉണ്ടായപ്പോൾ ഈ മേഖല ഏതാണ്ട് 2200 വീടാണ് സൗജന്യമായി നിശ്ചയിച്ചുകൊണ്ട്. ഇപ്പോൾ പാലക്കാട്ടും കണ്ണൂരും പുതിയതായി ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ പോവുകയാണ് സൗജന്യമായി. അതോടൊപ്പം തന്നെ കോവിഡ് കാലഘട്ടത്തിൽ കമ്മ്യൂണിറ്റി കിച്ചനെ സഹായിച്ചും നമ്മുടെ സാനിറ്റൈസറും PP കിറ്റും മാസ്കും ഹാൻഡ് വാഷും എല്ലാം നിർമ്മിച്ചും കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരുന്നു. വലിയ രൂപത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിച്ചു. പരിപാടിയിൽ PJ ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. സഹകരണ സംഘം രജിസ്ട്രാർ TV സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി. വകുപ്പിലെ ഓഡിറ്റ് സംവിധാനം പുനർക്രമീകരിച്ചതും ഭരണസമിതികളുടെ കാലയളവ് നിജപ്പെടുത്തിയതും സഹകരണ മേഖലയ്ക്ക് പുതിയ ഊർജം പകർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനവും ബാങ്കുകൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഇടുക്കിയിൽ സഹകരണ മേഖലയ്ക്ക് മികച്ച സാധ്യതകളാണ് ഉള്ളത്. ജില്ലയിലെ വിവിധ സഹകരണ ബാങ്ക് സംഘങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വായ്പയെടുത്ത ശേഷം മരണപ്പെടുകയോ മാരകരോഗം ബാധിക്കുകയോ ചെയ്തിട്ടുള്ളവർ, ആശ്രിതർ എന്നിവർ നൽകിയിട്ടുള്ള അപേക്ഷകളിൽ അർഹരായ 311 അപേക്ഷകർക്ക് 2,14,66,550 രൂപ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാൻ CK ശശീന്ദ്രൻ, സംസ്ഥാന കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷൻ ബോർഡ് ചെയർമാൻ R തിലകൻ, ബോർഡ് മെമ്പർ KV ശശി, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി, OR ശശി, വിവിധ സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സഹകാരികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട നീരിമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടത്തിയ സംസ്കാര ചടങ്ങിൽ നാട്ടുകാരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് നീരിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു.
രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടത്തിയ സംസ്കാര ചടങ്ങിൽ നാട്ടുകാരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് കാട്ടാന ആക്രമണത്തിൽ ഇന്ദിര കൊല്ലപ്പെട്ടത്. വീടിന് സമീപം വെച്ചാണ് സംഭവം. വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവിന് ഭക്ഷണവുമായി പോയതായിരുന്നു ഇന്ദിര. തിരികെ മടങ്ങും വഴി അപ്രതീക്ഷിതമായി കാട്ടാനയെത്തിയപ്പോൾ ഇന്ദിരയ്ക്ക് ഓടിമാറാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് കാട്ടാന ഇന്ദിരയെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിരയെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിന്റെ തുടർച്ചയായി മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹവുമായി ബന്ധുക്കൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ നേര്യമംഗലത്തും പ്രതിഷേധം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായി പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നേര്യമംഗലം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. നേര്യമംഗലത്തെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച ജനപ്രതിനിധികൾക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തം. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് വനംവകുപ്പ് മന്ത്രിയുടെ കോലവും കത്തിച്ചു. നേര്യമംഗലത്തെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച UDF നേതാക്കൾക്കെതിരെയും ഡീൻ കുര്യാക്കോസ് MP-ക്കെതിരെയുമുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരം ചുറ്റി നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ശേഷം കട്ടപ്പന ഗാന്ധി സ്ക്വയറിന് മുമ്പിൽ പ്രവർത്തകർ വനംവകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചു. കട്ടപ്പന TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. നേര്യമംഗലത്ത് ഇന്ദിര എന്ന് പറയുന്ന വീട്ടമ്മയെ പകൽ സമയത്ത് 9:30 മണിയോടുകൂടി കൃഷി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ പ്രതിഷേധിക്കാൻ തയ്യാറായ കോൺഗ്രസ് നേതാക്കന്മാർ ഡീൻ കുര്യാക്കോസിനെയും അതുപോലെ മാത്യു കുന്നാറിനെയും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് റിയാസിനെയും കയ്യേറ്റം ചെയ്യാനുള്ള നടപടിയാണ് കേരള പോലീസ് സ്വീകരിച്ചത്. നിരാഹാര സത്യാഗ്രഹം അനുസരിക്കുന്ന പന്തലിൽ നിന്നാണ് മാത്യു കുഴനാടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. മുഹമ്മദ് റിയാസിനെ സിയാസിനെ കള്ളന്മാരെ പിടിക്കുന്നത് പോലെയാണ് പോലീസ് വലയത്തിൽ വളഞ്ഞു പിടിച്ചുകൊണ്ടുപോയത്. വന്യമൃഗ ആക്രമണത്തിൽ ഓരോ ദിവസവും മനുഷ്യജീവൻ പൊലിയുമ്പോൾ നോക്കുകുത്തിയായി മാറിയ വനംവകുപ്പ് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. DCC മുൻ പ്രസിഡന്റ് ജോയി തോമസ്, കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പനയിൽ മലമുകളിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കൂറ്റൻ പാറ അടർന്നു വീണു. പാറമട കുന്തളംപാറയിലാണ് സംഭവം. ഇതോടെ 3 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. കട്ടപ്പന പാറമട കുന്തളംപാറയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ വലിയ പ്രകമ്പനത്തോടെയാണ് മലമുകളിൽ നിന്നും വലിയ പാറ അടർന്ന ജനവാസ മേഖലയിലേക്ക് വീണതെന്ന് നാട്ടുകാരനായ ജെയിംസ് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം പുറത്തിറങ്ങി തന്നെ ഞങ്ങൾ ആ ഭാഗത്തുള്ളവർക്കാണ് ഇതിൻ്റെ ശബ്ദം കൂടുതൽ കേട്ടത്. ഈ താഴെ ഭാഗത്തുള്ളവർ ശബ്ദം അങ്ങനെ കേട്ടില്ല. ഇനി ഞങ്ങളവിടെ നിന്ന് വിളിച്ചൊക്കെ ചോദിക്കുമ്പോഴാണ് നരിക്കൊരു വിജയനോട് ഞാൻ വിളിച്ചു. ഈ ഭാഗത്ത് ഒന്നും ഒരു സാധ്യത നമുക്കില്ല, അപ്പം അങ്ങോട്ടാണ് പോയത്, നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം വിജയനോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചാൽ വിജയൻ പറഞ്ഞു ഞാൻ അക്കരെയാണ്, ഞാനിപ്പം വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫോൺ വിളിച്ച് വളരെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം. പിന്നെ രാത്രിയിൽ കുറേ ആൾക്കാരൊക്കെ വന്നു, ഞങ്ങളത് നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. പാറ മരങ്ങളിൽ തട്ടി നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. സുരക്ഷയുടെ ഭാഗമായി താഴ്വാരത്ത് താമസിക്കുന്ന 3 കുടുംബങ്ങളെ രാത്രി തന്നെ മാറ്റിപ്പാർപ്പിച്ചതായി നഗരസഭാ വാർഡ് കൗൺസിലർ ബിന്ദുലത രാജു പറഞ്ഞു. അപ്പോൾ വില്ലേജ് ഓഫീസറെ വിളിച്ചു. വില്ലേജ് ഓഫീസർ പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം രാത്രി മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വീടുകളിലും ചെന്ന് അത്യാവശ്യം ആൾക്കാരെ എല്ലാം മാറ്റി. അപ്പോൾ ഇനി വില്ലേജ് ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം. ഒരു അപകടസ്ഥിതി ഉണ്ടോ? നല്ലതായിട്ട് അപകടസ്ഥിതി ഉണ്ട്. അത് ശരിക്കും പൊട്ടിച്ചെടുത്ത പോലെ തന്നെയല്ലേ ആ പാറ ഇരിക്കുന്നത്. അപ്പോൾ ഊർന്നിരിക്കുന്നതുകൊണ്ട് ശരിക്കും എല്ലാവർക്കും തന്നെ പേടിയാണ് ഇവിടെയുള്ളവർക്ക്. മലയുടെ ഏറ്റവും മുകളിൽ പാളികളായിരുന്ന പാറകളിൽ ഒന്നാണ് താഴേക്ക് അടർന്നു വീണത്. പാറ പല ഭാഗത്തേക്ക് ചിതറിത്തെറിച്ച നിലയിലാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറയുന്നു. അവിടെ എല്ലാം കല്ലുകൾ പൊട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങ് മണ്ട വരെ കയറിയപ്പോഴും ഓരോ കല്ലുകളും വന്ന് ആ ഭാഗത്തെ മരത്തിൻ്റെ പോലും തൊലി പോയി അത് പാറ പൊട്ടിച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല, ചൂട് കൂടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല. എങ്കിൽ പോലും നമുക്ക് പ്രദേശവാസികളോട് ഇപ്പോൾ സുരക്ഷിതരായി ഇരിക്കാൻ തന്നെയാണ്, കരുതലോടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഇപ്പം വില്ലേജിൽ നിന്ന് സാറ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാർ വന്ന് എന്താണോ തീരുമാനം എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ച്
മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും. ഇതിനു മുൻപും ഈ ഭാഗത്ത് ചെറിയ തോതിൽ പാറകൾ അടർന്നു വീണ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ആളുകളോട് ജാഗ്രത പുലർത്താൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാറ അടർന്നു വീണ മലയുടെ 2 ഇടങ്ങളിലായി സ്വകാര്യ വ്യക്തികളുടെ പാറമടകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ഉപ്പുതറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരുടെയും മരുന്നുകളുടെയും കുറവിൽ പ്രതിഷേധിച്ച് BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും നൽകുന്നതല്ലാതെ നടപ്പിലാക്കാൻ പീരുമേട് MLAക്ക് സാധിക്കുന്നില്ലെന്നും അതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഉപ്പുതറ സർക്കാർ ആശുപത്രി നേരിടുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് കുമാർ പറഞ്ഞു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉപ്പുതറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് നാളുകളായി ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ആദിവാസി തോട്ടം മേഖലയിൽ നിന്നുമുള്ള നിരവധിയായ ആളുകളുടെ ഏക ആശ്രയമാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി. ഒപ്പം ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങളും ഏറെ പരിമിതിയിലാണ്. കൂടാതെ പല ജീവിതശൈലി രോഗങ്ങൾക്കും മരുന്നുകളും ലഭ്യമല്ല. ഇതിനെതിരെയാണ് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. രോഗികളെല്ലാം പെരുവഴിയായി ഇതെന്തിനായും സർക്കാരെ LDF നീതിയോ ജനാധിപത്യ മര്യാദയോ. ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളും സംസ്ഥാന ഭരണവും LDF ആണ് കൊണ്ടാടുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ആവശ്യമായ യാതൊരു സേവനവും ഭരണകർത്താക്കളിൽ നിന്ന് ലഭിക്കുന്നില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് പീരുമേട്ടിലെ വിവിധ മേഖലകൾ. പീരുമേട്ടിലെ MLA വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ അവ നടപ്പിലാക്കാനുള്ള കഴിവില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് കുമാർ പറഞ്ഞു. അധികാരത്തിലേറിയ അന്ന് മുതൽ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു MLAയാണ് നമുക്ക് പീരുമേടിൽ ലഭിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു പദ്ധതികളും നടപ്പിലാക്കുവാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല, പണം അനുവദിക്കുവാനോ ഫണ്ട് കൊണ്ടുവരുവാനോ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ ഈ തോട്ടം മേഖല തുറന്നു 24 വർഷമായി കൂട്ടിക്കിടക്കുന്ന ഈ തോട്ടം മേഖല തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിലുള്ളത്. എന്നാൽ അവിടെയുള്ള തൊഴിലാളികളെ തിരിഞ്ഞു നോക്കുവാൻ പോലും അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. അവിടെയുള്ള ലേഖകളുടെ ശോചനീയാവസ്ഥ അത് നോക്കുവാനോ അത് പരിഹരിക്കുവാനോ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവിടെ നിരവധി പേര് ക്യാൻസർ ബാധിതരായി, അത് അല്ലാതെ ശ്വാസമുട്ടൽ മൂലം അങ്ങനെ ദൈനംദിന രോഗങ്ങളിൽ അടിമപ്പെട്ട് കിടക്കുന്ന അവിടെയുള്ള തൊഴിലാളികൾക്ക് ഈ ആശുപത്രിയിൽ മരുന്നെത്തിക്കുവാനുള്ള ആ ചെറിയ കാര്യം പോലും ചെയ്യുവാൻ ഈ MLA കൊണ്ട് സാധിച്ചിട്ടില്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാൻ ഒപ്പുശേഖരണവും നടത്തി. സമരപരിപാടിയിൽ ജില്ലാ സെക്രട്ടറി AV മുരളീധരൻ, മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, KK രാജപ്പൻ, ജെയിംസ് ജോസഫ്, കുര്യാക്കോസ് ജോസഫ്, NT വിജയൻ, റിജി വട്ടക്കുഴി, AB സുനിൽ, CV മധു എന്നിവർ സംസാരിച്ചു. നെടുങ്കണ്ടത്ത് നിർധന കുടുംബത്തിന് കുടിവെള്ളം നിഷേധിക്കുന്നതായി പരാതി. മൈനർ സിറ്റി സ്വദേശി പൊൻപുഴ വീട്ടിൽ സരസമ്മയാണ് ആരോപണം ഉന്നയിക്കുന്നത്. വൻ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിൽ താമസിക്കുന്ന കുടുംബം വില കൊടുത്താണ് നിലവിൽ വെള്ളം വാങ്ങുന്നത്. ഗ്രാമപഞ്ചായത്തിനോടും വാർഡ് തല കമ്മിറ്റിയോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കുടിവെള്ളം നൽകുന്നില്ലെന്നാണ് സരസമ്മയുടെ ആരോപണം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജലനിധി പദ്ധതിക്കായി 15,000 രൂപ സരസമ്മ നൽകിയിരുന്നു. എന്നാൽ പദ്ധതി നടപ്പിലാക്കാതെ വന്നതോടെ തുക തിരികെ വാങ്ങി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. മറ്റൊരു പദ്ധതിയിൽ നിന്നും മേഖലയിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് വെള്ളം നിഷേധിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിലും സെക്രട്ടറിക്കും മെമ്പറിനും എല്ലാം പരാതി കൊടുത്തിട്ടും ഞാൻ SC പെട്ടയാളാണ്. എനിക്ക് കുടിവെള്ളം വേണം. ഞാൻ വിലയ്ക്കാണ് മേടിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും അസുഖമുള്ളതാണ്. എനിക്ക് കാലിനും കൈക്കുമെല്ലാം വേദനയുള്ളതാണ്. 700 രൂപ 800 രൂപ കൊടുത്താണ് ഞാൻ കുടിവെള്ളം മേടിക്കുന്നത്. ആദ്യമേ ജലനിധിക്ക് പൈസ കൊടുത്തു. അന്ന് ഇത് നടപ്പിലാക്കിയില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പഞ്ചായത്തിൻ്റെ ഒരു സ്കീമുണ്ട് ഇവിടെ. അതിൽ നിന്ന് എനിക്കൊരു കണക്ഷൻ തരാൻ പറഞ്ഞിട്ട് മെമ്പർ പറയുന്നത് പിന്നെ പഞ്ചായത്ത് ഇവരുമായിട്ട് ആലോചിക്കട്ടെ, കമ്മിറ്റിക്കാരായിട്ട് ആലോചിക്കട്ടെ എന്നാണ് പറയുന്നത്. കൂലിവേല ചെയ്താണ് സരസമ്മയും ഭർത്താവും കഴിയുന്നത്. കുടിവെള്ളത്തിനായി വൻതുക മുടക്കേണ്ട ഗതികേടിലാണിവർ. നിലവിലെ പദ്ധതിക്കായി പണം നൽകാമെന്ന് പലതവണ അറിയിച്ചിട്ടും ഇവരെ പങ്കാളികളാക്കുന്നില്ല. എന്നാൽ കുടിവെള്ള പദ്ധതിയിൽ പങ്കാളിയാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വിശദീകരണം. വാഹന പരിശോധനയ്ക്കിടയിൽ കട്ടപ്പന SIയെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. അമ്പലക്കവല നിരപ്പേർ ആദർശാണ് പിടിയിലായത്. കൈക്കും വയറിനും പരിക്കേറ്റ SI NJ സുനീക് ആശുപത്രിയിൽ ചികിത്സ തേടി.
കട്ടപ്പന നഗരത്തിൽ TB ജംഗ്ഷനിലാണ് സംഭവം. പെട്രോളിങ്ങിനിടെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് അമിത വേഗത്തിൽ വരുന്നത് കണ്ട് തടഞ്ഞപ്പോഴാണ് SI NJ സുനീകിനെ ബൈക്ക് ഓടിച്ചിരുന്ന അമ്പലക്കവല സ്വദേശി ആദർശ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ബൈക്ക് പിന്നോട്ടെടുത്ത റോഡരികിലെ ഭിത്തിയോട് ചേർത്ത് ഉദ്യോഗസ്ഥനെ ഞെരുക്കിയ ശേഷം രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയായിരുന്നു. ഉടനെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് യുവാവിനെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. പ്രതിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്നും ഓടിച്ചിരുന്ന ബൈക്ക് കോഴിക്കോട് സ്വദേശിയുടെ പേരിലുള്ളതാണെന്നും പോലീസ് പറഞ്ഞു. മുന്നിലെയും പിന്നിലെയും നമ്പർ പ്ലേറ്റ് അടക്കം ഇളക്കി മാറ്റിയും ഉച്ചത്തിലുള്ള സൈലൻസർ ഘടിപ്പിച്ചും ബൈക്കിന് രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപകടപ്പെടുത്താൻ ശ്രമിച്ചതിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ MCF യൂണിറ്റിലേക്ക് ലഭിച്ച ബെയിലിംഗ് മെഷീൻ, ലിഫ്റ്റ് സംവിധാനങ്ങൾ എന്നിവയുടെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ഉടുമ്പൻചോല MLA M. മണി ഉദ്ഘാടനം നിർവഹിച്ചു. നവകേരളം കർമ്മ പദ്ധതി, ഹരിത കേരള മിഷൻ, മാലിന്യ സംസ്കരണ ഉപദൗത്യത്തിന്റെ ഭാഗമായി HDFC ബാങ്കിന്റെ CSR ഫണ്ട് വിനിയോഗിച്ച പരിവർത്തൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിന്റെ സഹായത്തോടെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിനായി 11 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. ഇതിന്റെ ഭാഗമായി ഇരട്ടിയാർ MCF RRFൽ പ്ലാസ്റ്റിക് ഒതുക്കി വയ്ക്കുന്നതിന് ബെയിലിംഗ് മെഷീൻ, ബെയിൽ ചെയ്ത പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളും മുകളിലേക്ക് കയറ്റുന്നതിനുള്ള ലിഫ്റ്റ് സംവിധാനം, തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ, പ്ലാസ്റ്റിക് തരം തിരിക്കാൻ ആവശ്യമായ ബിൻ, സാധനങ്ങൾ നീക്കുന്നതിനാവശ്യമായ ട്രോളി, ഫയലുകളും മറ്റും സൂക്ഷിക്കാൻ ടേബിൾ, അലമാരി, ആവശ്യമായ ബോധവൽക്കരണ ബോർഡുകൾ എന്നിവയാണ് ലഭ്യമാക്കിയത്. ബെയിലിംഗ് മെഷീന്റെയും ലിഫ്റ്റ് സംവിധാനത്തിന്റെയും ഉദ്ഘാടനം M. മണി MLA നിർവഹിച്ചു. MCF യൂണിറ്റിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ലാലച്ചൻ വെള്ളക്കട, ജലജ വിനോദ്, അന്നമ്മ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് സെക്രട്ടറി സജി തോമസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശിവദാസ്, MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ സിജോ തോമസ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ജോൺസൺ, ഷോൺ ജോർജ്, ഹരിത കേരളം മിഷൻ കോർഡിനേറ്റർ എബി വർഗീസ് തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം ലാമല റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം 4 ദിവസം പിന്നിട്ടു. എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായ തടസ്സവാദത്താൽ റോഡ് നിർമ്മാണം വീണ്ടും തടസ്സപ്പെട്ടതോടെയാണ് സമരവുമായി സമരസമിതി രംഗത്ത് വന്നത്. ജനപ്രതിനിധികളുടെ അടക്കം ശ്രദ്ധ സമരത്തിന്മേൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയും സമരസമിതി ഉന്നയിച്ചു. റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാൻ നടപടി വൈകുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 ദിവസമായി അനിശ്ചിതകാല നിരാഹാര സമരം തുടർന്നു വരികയാണ്. സമരത്തിന് ജനപിന്തുണ ഏറിവരുന്നുമുണ്ട്. എന്നാൽ ജനപ്രതിനിധികളോ മറ്റ് ബന്ധപ്പെട്ടവരോ സമരപ്പന്തൽ സന്ദർശിക്കുകയോ തങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കിത്തരികയോ ചെയ്തില്ലെന്ന പരാതിയും ശക്തമാണ്. സമരസമിതി കൺവീനർ നിപു ജോണാണ് 4 ദിവസമായി നിരാഹാരം തുടരുന്നത്. കഴിഞ്ഞ ദിവസം പീരുമേട് താലൂക്ക് ആശുപത്രി അധികൃതർ സ്ഥലത്തെത്തി നിപുവിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുണ്ടായിട്ടില്ല. ജനപ്രതിനിധികൾ ഇതിനകത്ത് പങ്കാളികളായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിക്കാർ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കാർ ആരും തന്നെ ഇതിനകത്ത് പങ്കാളികളായിട്ടില്ല. ഇപ്പോഴും നിലവിൽ കമ്പനിയുടെ സ്റ്റോപ്പ് മെമ്മോ, കമ്പനി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുകയാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്തൊരു ക്ലാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വരുത്തുന്നു. കമ്പനി അനുവദിച്ചിട്ടുണ്ടല്ലോ, കമ്പനിയും പറയുന്നു ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് പണിയാത്തതെന്ന് പറഞ്ഞത്. ഞങ്ങളെ ആയിട്ട് ഇന്നും ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് കമ്പനി തന്ന പരാതി പിൻവലിച്ചിട്ടില്ല. ആ കാലത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ മേലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ വിവരം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഡീൻ കുര്യാക്കോസ് MP അറിയിച്ചിട്ടുണ്ട്. MLA കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാവരും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അറിഞ്ഞില്ല എന്നും ബന്ധപ്പെട്ട കളക്ടറുടെ ഭാഗത്ത് നിന്ന് നടപടി ഇതിലുണ്ടായി. ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസറൊക്കെ ഇവിടെ വന്ന് പരിശോധനയ്ക്കാണ് നടപടി ആയിട്ടുണ്ട്. റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. നിലവിൽ റോഡ് നിർമ്മാണത്തിന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ തടസ്സവാദമാണ് വിഷയം. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഇമെയിൽ മുഖാന്തരം റോഡ് നിർമ്മാണത്തിന് അനുമതി ചീഫ് എഞ്ചിനീയർക്ക് നൽകിയിരുന്നു. എന്നാൽ ഈ കത്ത് ചീഫ് എഞ്ചിനീയർ പരിഗണിച്ചിട്ടില്ല. ഇതോടെ സമരം തുടരുകയാണ്. അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇതിനിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില പ്രചരണങ്ങൾ ആളുകളുടെ ഭാഗത്തു നിന്ന് മേഖലയിൽ ഉണ്ടാകുന്നതായും സമരസമിതി ആരോപിച്ചു. മികച്ച നിലവാരത്തിൽ നിർമ്മിച്ച നെടുങ്കണ്ടം മയിലാടുംപാറ തിങ്കൾക്കാട് റോഡ് വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കുന്നതായി ആരോപണം. ഉടുമ്പൻചോല പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് റോഡ് കുത്തിപ്പൊളിച്ചത്. റോഡിന്റെ വശങ്ങളിലെ കോൺക്രീറ്റ് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കി.
ഹൈറേഞ്ചിലെ പ്രധാന പട്ടണങ്ങളായ നെടുങ്കണ്ടത്തെയും അടിമാലിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് മയിലാടുംപാറ തിങ്കൾക്കാട് വഴി കടന്നുപോകുന്ന പാത. വർഷങ്ങളോളം തകർന്നു കിടന്ന പാത ഏതാനും നാളുകൾക്ക് മുൻപാണ് മികച്ച രീതിയിൽ പുനർനിർമ്മിച്ചത്. വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിരുന്ന ഭാഗമാണ് നിലവിൽ കിലോമീറ്ററുകൾ നീളത്തിൽ പൊളിച്ചു നീക്കിയത്. തുടർന്ന് ഹോസുകൾ സ്ഥാപിച്ച് മണ്ണിട്ട് മൂടി. അപ്പോൾ റോഡിന്റെ സൈഡ് കുഴിച്ച് വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് ഈ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അതിനോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച റോഡാണ് മയിലാടുംപാറ മുതൽ അടിമാലി വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്. ആ റോഡിന്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത്. വളരെ നിരുത്തരവാദപരമായ ഒരു കാര്യമാണ് അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായി ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആൾക്കാർ വലിയ JCB എല്ലാം കൊണ്ടുവന്നിട്ട് ഈ കോൺക്രീറ്റ് പൊട്ടിച്ചുകൊണ്ട് പൈപ്പിടുന്ന ഒരു പ്രവൃത്തി നടത്തുന്നത് PWD ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവരെ അറിയിച്ചിട്ടുണ്ട്. ആ പരാതി അവർ പരിഗണിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. റോഡിന്റെ വശങ്ങൾ കുത്തിപ്പൊളിച്ചതിനാൽ മഴക്കാലത്ത് റോഡ് തകരാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എന്നാൽ കോൺക്രീറ്റിംഗ് നടത്തി റോഡ് പഴയ രീതിയിലാക്കുമെന്ന് വാട്ടർ അതോറിറ്റി പ്രതികരിച്ചു. കുടിവെള്ള പദ്ധതിക്കായുള്ള നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനൊപ്പം കോൺക്രീറ്റിംഗ് നടത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചികുമാർ അറിയിച്ചു. 16-ാം ഘട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ IP വിഭാഗം ബുധനാഴ്ച പുനരാരംഭിക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ച കിടത്തി ചികിത്സയാണ് പുനരാരംഭിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 16-ാം ഘട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് കിടത്തി ചികിത്സ നിന്നുപോയത്. പിന്നീട് വർഷങ്ങൾ പിന്നിട്ടിട്ടും IP വിഭാഗം ആരംഭിക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പുതിയ കെട്ടിടവും മറ്റ് സാങ്കേതിക വിഷയങ്ങളും പരിഹരിച്ച ബുധനാഴ്ച മുതൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുമെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് പറഞ്ഞു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പാത്തിക്കുടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നാളെ കിടത്തി ചികിത്സയും ഈവനിംഗ് OPയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 91 ലക്ഷം രൂപ മുടക്കി പണി കഴിപ്പിച്ചിട്ടുള്ള പുതിയ ബിൽഡിങ്ങുകളുടെയും ഉദ്ഘാടനം കേരളത്തിന്റെ ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടി CHSകളിലെ കിടത്തി ചികിത്സ മരവിപ്പിച്ചിരുന്നു. തുടർന്ന് നമുക്ക് നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പുനരാരംഭിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് നമുക്ക് നാളെ ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം മിനിഷ ജി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ്, DPM ഡോക്ടർ അനൂപ്, ഇടുക്കി BDO മുഹമ്മദ് സബീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്കുള്ള ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ പകൽ വീടിനോടനുബന്ധിച്ച് സ്ഥാപിച്ച ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം MM മണി MLA നിർവഹിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചത്. ഇതിനു പുറമെ കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ പഞ്ചായത്തുകളിലും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കുമായി ഫിറ്റ്നസ് സെന്ററുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ പകൽ വീടിനോടനുബന്ധിച്ച് സ്ഥാപിച്ച ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം MM മണി MLA നിർവഹിച്ചു. വ്യായാമം പല നിലയിലാകാം. രാവിലെ തൂമ്പ എടുത്ത് കിടക്കുന്നത് നല്ലതാണ്, നടക്കുന്നത് നല്ലതാണ്. ഇതുപോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് എക്സർസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അനിവാര്യമാണ്. മനുഷ്യന് ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ഒന്ന് കായികമായി അധ്വാനിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊന്നുമില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. ത്രെഡ്മിൽ, ഇലക്ട്രിക്കൽ ക്രോസ് ടൈമർ, ലെഗ് മസാജർ, റിക്യുമെന്റ് ബൈക്ക്,
അപ്രൈറ്റ് ബൈക്ക്, ഫുൾ ബോഡി മസാജർ, യോഗ മാറ്റ്, ഡംബൽ, ജിംബോൾ തുടങ്ങിയ ഉപകരണങ്ങളാണ് സെന്ററിലുള്ളത്. പരിശീലകരെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ലാലച്ചൻ വെള്ളക്കട, ജലജ വിനോദ്, അന്നമ്മ ജോൺസൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റായി ടിനു ദേവസ്യ അരിപ്പറമ്പിലും വൈസ് പ്രസിഡന്റുമാരായി ആൽബിൻ PR-ഉം ഹരിനാരായണനും ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മോബിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ശക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായി ടിനു ദേവസ്യ അരിപ്പറമ്പിലിനെയാണ് തെരഞ്ഞെടുത്തത്. വൈസ് പ്രസിഡന്റുമാരായി ആൽബിൻ PR-ഉം ഹരിനാരായണനും ചുമതലയേറ്റു. ഉപ്പുതറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മോബിൻ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവരെ കൂടെ നിർത്തി പരിപാടികൾ അവതരിപ്പിക്കുവാൻ കഴിവുള്ള ഒരു സജീവ പ്രവർത്തകനാണ് ടിനുമോൻ. ടിനുമോനെ കൊണ്ട് നാളുകളിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതാപകാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഇവിടെ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ടിനുമോന് നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് ചുമതലയേൽക്കുന്ന എഡിൻ ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ ചുമതലയേൽക്കുന്ന അദ്ദേഹത്തോടൊപ്പം ഈ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലേക്ക് സഹഭാരവാഹികളായി കടന്നു വന്നിരിക്കുന്ന ആളുകൾ വലിയ ദൗത്യമാണ് നമ്മുടെ മുന്നിലുണ്ട്. സംഘടനയെ ബൂത്ത് തലം മുതൽ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ജില്ലയിലെ യുവജനങ്ങളെയും കർഷകരെയും വഞ്ചിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനും യൂത്ത് കെയർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മുൻതൂക്കം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ, മണ്ഡലം മുൻ പ്രസിഡന്റ് എബിൻ വി ഫിലിപ്പ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ, ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് രാജൻ, അഫിൻ ആൽബർട്ട്, DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, ജോർജ് ജോസഫ്, ഷാൽ വെട്ടിക്കാട്ട, P നിക്സൺ, PM വർക്കി പൊടിപ്പാറ, സിനി ജോസഫ്, VK കുഞ്ഞുമോൻ, PT തോമസ് എന്നിവർ സംസാരിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വളർത്തുമൃഗങ്ങളുടെയും പമ്പ് സെറ്റുകളുടെയും വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് SC ST വനിതകൾക്കായി ആട്ടിൻകുട്ടികളുടെയും പോത്തിൻകുട്ടികളുടെയും വിതരണം നടന്നത്. ക്ഷീരകൃഷിയിലൂടെ സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വളർത്തുമൃഗങ്ങളുടെ വിതരണ പദ്ധതിയിലെ അവസാന ഘട്ടമാണ് ഉപ്പുതറ മൃഗാശുപത്രിയിൽ വെച്ച് നടന്നത്. 25 ആടുകളുടെയും 5 പോത്തുംകുട്ടികളുടെയും വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പേൽ, MN സന്തോഷ്, വെറ്റിനറി സർജൻ ഷിജു ഷാജി എന്നിവർ നേതൃത്വം നൽകി. ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായിട്ടാണ് പമ്പ് സെറ്റുകൾ വിതരണം ചെയ്തത്. കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകർക്കായി പമ്പ് സെറ്റുകൾ നൽകുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ട വിതരണമാണ് ഉപ്പുതറ കൃഷി ഓഫീസിൽ നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമുക്ക് ഒരു 200 ആളുകളുണ്ട്. 200 ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സമയം നമുക്കറിയാം, ഇപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മൾ മോട്ടോർ പമ്പ് കൊടുക്കുന്നത്. കാരണം വെള്ളത്തിനുള്ള ഏറ്റവും ദൗർലഭ്യം വരുന്ന ഈ സമയത്താണ് ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 50 കർഷകർക്കാണ് 13,000 രൂപ വില വരുന്ന പമ്പ് സെറ്റും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്യുക. ഉപ്പുതറ കൃഷി ഓഫീസർ ധന്യ ജോൺസൺ നിർവഹണ ഉദ്യോഗസ്ഥയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസിസ് ദേവസ്യ, സിനി ജോസഫ്, ജെയിംസ് തേക്കൊമ്പേൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ കോവിൽമല വനസംരക്ഷണ സമിതിയുടെയും മുരിക്കാട്ടുകുടി ട്രൈബൽ ഹൈസ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ കാട്ടുതീ ബോധവൽക്കരണ പരിപാടി നടന്നു. അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസർ അരുൺകുമാർ ED പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേനൽ കടുത്തതോടെ വനത്തിൽ കാട്ടുതീ പടരാൻ തുടങ്ങി. ഇതോടെ വനംവകുപ്പ് കാട്ടുതീ ബോധവൽക്കരണ പരിപാടിയും ആരംഭിച്ചു. കോവിൽമല വനസംരക്ഷണ സമിതിയും മുരിക്കാട്ടുകുടി സോഷ്യൽ സർവീസ് സ്കീമും സംയുക്തമായാണ് മുരിക്കാട്ടുകുടി ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ യോഗവും റാലിയും സംഘടിപ്പിച്ചത്. യോഗം അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസർ അരുൺകുമാർ ED ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം മുതൽ നമ്മൾ ഇനി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറെ കുളം കുത്താൻ പോകും. കുളം കുത്തിയിടുക. അപ്പം കുളം കുത്തിയതിന് വെള്ളം, അതായത് ഉറവയുള്ളിടത്ത് കുളം കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു പരീക്ഷണാർത്ഥത്തിൽ വെള്ളം കുടിക്കാനേലും അത് കാട്ടിനകത്ത് തന്നെ നിൽക്കുമല്ലോ, കാട്ടിന് വെളിയിലോട്ട് ഇറങ്ങില്ലല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റാണ് മന്ത്രി സഭയ്ക്ക് വരെ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണം നടത്തുക. കാരണം ആൾക്കാർ പറയുന്നത് ഭയങ്കരമായിട്ട് പെരുകുന്നതിനേക്കാൾ ഒരു കാറ്റ് തീറ്റയില്ലാത്തതുകൊണ്ട് വെളിയിറങ്ങുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കാടടച്ച് ഫെൻസിങ് ഇടുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത്രയൊന്നും നമുക്ക് ഫണ്ടില്ല. അപ്പം ഈ രീതിയിൽ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് ഇന്നലെ നിങ്ങൾ കേട്ടായിരുന്നു. ഏരിയങ്ങൾക്ക് ഒരാളെ ആനയെ ഒട്ടിക്കൊന്നു. ഭയങ്കര കഷ്ടമാണ്. നമുക്കൊരു ഉത്തരവില്ലാത്ത ചോദ്യത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക. പരിപാടിക്ക് ശേഷം കുട്ടികളും VSS പ്രവർത്തകരും ചേർന്ന് സ്വരാജിൽ റാലിയും സംഘടിപ്പിച്ചു.
കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. കോവിൽമല VSS ചെയർമാൻ ജെയ്മോൻ കോഴിമല, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുനു പ്രവീൺ, അധ്യാപിക ലിൻസി ജോർജ്, അനിൽകുമാർ, സജീഷ് രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതറ OM LP സ്കൂൾ വാർഷിക ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉപ്പുതറ OM LP സ്കൂളിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ വിപുലമായാണ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സോളിക്കുട്ടി തോമസിന് യാത്രയയപ്പും നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു 100 വർഷം പൂർത്തീകരിക്കുന്ന ഒരു സ്കൂൾ എന്നൊരു ചരിത്രത്തിലേക്ക് OM LP സ്കൂൾ മാറ്റപ്പെടുകയാണ്. ഈ സ്കൂളിൻ്റെ പശ്ചാത്തല വികസനം, ഇപ്പോൾ നമുക്കറിയുന്നത് ഗ്രൗണ്ട്, ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വാട്ടർ കണക്ഷന്, ഇപ്പോൾ നമ്മുടെ ടീച്ചറുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ നമുക്കൊരു മഴവെള്ള സംഭരണി നമുക്ക് നിർമ്മിച്ചു നൽകണം. ഇവിടെ കുട്ടികൾക്ക് വെള്ളത്തിനും കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് അത് ഉപയോഗപ്പെടുത്തണമെന്നുള്ളത്. ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് പിന്നിലാവെന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. ഫാദർ ഡൊമിനിക് ഐലൂപ്പറമ്പിൽ, സ്കൂൾ മാനേജർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ, സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ P. ജോയ്, പീരുമേട് AEO M. രമേശ്, അനീഷ് തങ്കപ്പൻ, സിസ്റ്റർ ലിസ്ബത്ത്, മനു ആന്റണി എന്നിവർ സംസാരിച്ചു. കാഞ്ചാർ ലബക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സർവകലാശാല കലോത്സവത്തിൽ വിജയത്തിളക്കം. 1ാം വർഷ BCom കോഓപ്പറേഷൻ വിദ്യാർത്ഥിനി രേഷ്മ R തമിഴ് ഉപന്യാസ മത്സരത്തിൽ A ഗ്രേഡിൽ 2ാം സ്ഥാനവും, 1ാം വർഷ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ജെനിയ വിജയൻ ഇംഗ്ലീഷ് ചെറുകഥാരചനയിൽ A ഗ്രേഡിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കോളേജ് അധികൃതർ വിജയികളെ അഭിനന്ദിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാഞ്ചാർ സ്നേഹത്തണൽ കൂട്ടായ്മയുടെ പ്രവർത്തനം നേരിൽ കാണാൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം വിദ്യാർത്ഥികളെത്തി. ഇക്കണോമിക്സ് സോഷ്യൽ എക്സ്റ്റൻഷൻ പരിപാടിയുടെ ഭാഗമായാണ് വയോജന കൂട്ടായ്മയെ നേരിൽ കാണാൻ കുട്ടികളെത്തിയത്. വാർദ്ധക്യകാലത്തിലുള്ള മാനസിക ശാരീരിക വെല്ലുവിളികൾ, ഏകാന്തത, വാർദ്ധക്യജനത അനുഭവിക്കുന്ന അരക്ഷിതബോധം, രോഗാതുരത തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന സാമൂഹിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിലൂടെ വിദ്യാർത്ഥി സമൂഹത്തിന് അവബോധം സൃഷ്ടിക്കുന്നതിനും സ്നേഹത്തണലിലെ അംഗങ്ങളുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിനുമുള്ള കൈത്താങ്ങായിട്ടാണ് കുട്ടികളെത്തിയത്. കാഞ്ചിയാറ്റിൽ വയോജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് സ്നേഹത്തണൽ. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് സോഷ്യൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളും അധ്യാപകരും സ്നേഹത്തണൽ കൂട്ടായ്മയെ പഠനവിധേയമാക്കുന്നത്. കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയനാണ്. പരിപാടി ലബക്കട ലൂർദുമാത ദേവാലയ വികാരി ഫാദർ ജിൻസ് കരിന്തേൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെയായിരുന്നപ്പോൾ വന്ന് സംസാരിക്കാനും പരിചയമുള്ള ആളുകൾ, വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളുകൾ, ഓടി വീട്ടിലേക്ക് വരാനാണെങ്കിലും മമ്മിയുണ്ട്. ഇപ്പം ഞായറാഴ്ച ആണെങ്കിലും പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാപ്പി പിടിച്ച് വൈകിയാണ് വീട്ടിലേക്ക് കയറി പോകുന്നത്. അപ്പം ഇങ്ങനെ സംസാരിക്കാനും ഒന്ന് പങ്കുവയ്ക്കാനും ഒക്കെ ഇല്ലാതെ വന്ന ഒരവസ്ഥയിലാണ് അവരുടെ അമ്മയുടെ ജീവിതം ഇങ്ങനെ വിവരിച്ച് ഓർമ്മ നശിച്ചു പോയി ഇങ്ങനെ പോയത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മകളൊക്കെ ഏറ്റവും ഉപകാരപ്രദമാണ്, നല്ലതാണെന്ന് എനിക്ക് തോന്നുകയും ഞാൻ വന്നതിന് ശേഷം വയോജനദിനമായിട്ട് ഒരു ദിനം പള്ളിയിൽ വെച്ചു. അന്ന് കുറേ ആളുകൾ വന്നു പങ്കെടുത്തു. അവർ ഒന്നറങ്ങ് പറഞ്ഞത് അവർക്കൊന്ന് സംസാരിക്കാനും മിണ്ടാനും ഒക്കെ ഒരു അവസരം കിട്ടി. യോഗത്തിൽ വയോജനങ്ങളും കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. യോഗത്തിൽ സ്നേഹത്തണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC തോമസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സന്ധ്യ ജയൻ, കട്ടപ്പന ഗവൺമെന്റ് കോളേജ് എക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് ജോർജ്, ഡോക്ടർ അരുൺകുമാർ TA, ജെയ്സൺ അഗസ്റ്റിൻ, രാജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നേർക്കാഴ്ച
നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊക്കോ സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട് 254, വിൽപ്പനയ്ക്ക് വന്നത് 74,627, വിൽപ്പന നടന്നത് 72,182, കൂടിയ വില 2,361, ശരാശരി വില 1,529. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ, ഏലം കൂടിയ വില 1,400, ഏലം ശരാശരി വില 1,300, കാപ്പിപ്പരിപ്പ് 265, ഗ്രാമ്പു 950, കൊക്കോ 140, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,945 രൂപ, വെള്ളി 78. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ ഗുണഭോക്താക്കൾക്കുള്ള റിസ്ക് ഫണ്ട് ധനസഹായ വിതരണ ഉദ്ഘാടനം തൊടുപുഴയിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയുടെ അടിത്തറ ശക്തമാണെന്നും വ്യാജ പ്രചരണങ്ങൾക്ക് കേരളത്തിലെ സഹകാരികളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ലെന്നും മന്ത്രി. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട നീരിമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടത്തിയ സംസ്കാര ചടങ്ങിൽ നാട്ടുകാരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ട നീരിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം നിലയുറപ്പിച്ചിരുന്നത് വൻ പോലീസ് സന്നാഹം. കട്ടപ്പനയിൽ മലമുകളിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കൂറ്റൻ പാറ അടർന്നു വീണു. സംഭവം പാറമട കുന്തളം പാറയിൽ. ഇതോടെ 3 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരുടെയും മരുന്നുകളുടെയും കുറവിൽ പ്രതിഷേധിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും നൽകുന്നതല്ലാതെ നടപ്പിലാക്കാൻ പീരുമേട് MLAക്ക് സാധിക്കുന്നില്ലെന്ന BJP ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് കുമാർ. അതിന്റെ ഉദാഹരണമാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി നേരിടുന്നതെന്നും വിമർശനം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.